എന്റെ പല്ലിന്റെ ഒക്കെ ഒരു കോല വെറുതല്ല പേരക്കുട്ടിക്ക് ചെറിയൊരു ഉമ്മ കൊടുത്തപ്പോ നിലവിളിച്ചീനെ എന്റെ പല്ല് തട്ടിണ്ടാവും. എവിടെ ഇപ്പൊ പാലുകുട്ടിക്ക് വേദന ആയിക്കൊണ്ടിട്ട് ആ ഓ ചോത്തക്കുളിന്റെ കുട്ടി ഉമ്മമാനെ നമുക്ക് തല്ലണം കേട്ടോ. പല്ല് തട്ടിയിട്ടാ ആകെ മുറിഞ്ഞാക്കണു. നമുക്ക് ചോദിച്ചു നോക്കാട്ടോ. ഉമ്മമാനെ ഉള്ള പല്ല് നമുക്ക് ഇന്ന് പോയി എന്തത്തെ മകൾ കാട്ടിക്കടി കുട്ടീനെ എന്തത്തെ ഉമ്മച്ചിക്കാണ്ട് പൊളിച്ചിക്ക മോറൊക്കെ അറിയാതെ വെച്ചതാണ് പോയേ. ഞാൻ പോയിക്കോ ഉമ്മമാനെ ഞാൻ കാട്ടിക്കൊടുത്ത. ഞാൻ എന്നോട് എത്ര കാലായി പറയുന്നു എന്റെ പല്ലൊന്ന് കെട്ടിച്ചാലേ. എവിടുത്തെ നീ വയസ്സാം കാലത്ത് ഇതൊക്കെ കെട്ടണോ? ആ പൈസ നമ്മളെ തെങ്ങ് വലിച്ചട്ടി കൂടെ. നിങ്ങൾക്ക് ആ മൂലൊക്കെ പോയിട്ട് വലിയ ബിഗ് ബോസ് എന്തെങ്കിലും കണ്ടൂടെ? അതിനാരേട് ഔട്ടായ ശേഷം ഞാൻ പിന്നെ കാണലല്ല ഒരേ മാറിയായി എന്താ കാട്ടുക? ഞാൻ ഇന്നാളുകളെ പല്ല് കൊണ്ടേ കെട്ടിച്ചെന്നിട്ട് നിങ്ങൾ എന്താ കാട്ടിയത്? ആ കമ്പി വലിച്ചാൽ പൊട്ടിച്ചേക്ക്. ഇമ്മാരോട് ഒറ്റ പോയേ ആ ഇട്ട കമ്പി തട്ടിയിട്ടേ എന്റെ നാവിലൊക്കെ മുറിയായിക്കോളൂ. വെറ്റിലടക്കി കൂടി ഇനി സാലറി എന്ന് പറയുന്ന സാധനം അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. ആ സാധനം വെച്ചാ മതി. ഇപ്പൊ കമ്പി കെട്ടേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അതിനിട്ടില്ല കൊണ്ടുപോകും അമേരിക്കക്ക്. അതിന് നമ്മൾ അമേരിക്കക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ മലപ്പുറത്ത് വളാഞ്ചേരിയിലെ ലാഫ് ദന്തൽ ക്ലിനിക് ക്ലിനിക് ഉണ്ട്. അവിടെ പോയാൽ മതി. ഓര് ശരിയാക്കി തരും. ഉച്ചക്ക് പെരിക്ക് ലേസേ അമേരിക്ക വാങ്ങലമ്മ. 98ാമത്തെ കണ്ടു അതും മുടങ്ങി. ഓന്റെ മോറയിന് പെൺകുട്ടിയൊക്കെ പറ്റണ്ടേന്ന്. ഇപ്പൊ എന്തൊക്കെയാ ചൊർക്കൂടാൻ വേണ്ടിട്ട് മോത്ത് കരിയൊക്കെ തേച്ചുകൊണ്ട് വെടി വെച്ച് കളിച്ചുകൊണ്ട്. പെൺകുട്ടിയാക്ക് എന്നെ ഇഷ്ടപ്പെടില്ല എന്നുള്ളത് ഞാൻ കാട്ടിത്തരാം. ഇനി വെളുത്തിട്ട് പാറ തന്നെ ഞാൻ ചെയ്യും. തോക്ക് തരുമ്പോഴാണ് ഒലക്ക. അതിന് തോക്ക് തന്റെ അടുത്ത് കരിമ്പോട്ട് അടുപ്പത്തെ കാര്യം വരുന്ന ഇതേറ്റ് പൊട്ടിച്ചിട്ട് ഇത് വെളുക്കൂല. എടി വെള്ളക്കൊക്കെ ഇത് ഞാൻ റീൽസിൽ കണ്ട സാധനമാണ്. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മരപ്പൊട്ട കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ ലൈസർ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അതാണ് കാറി തുപ്പണ്ടെന്നുണ്ടെങ്കിൽ പൊയ്ക്കുജിന്റെ അതല്ലടെ കാര്യം. എന്റെ മൂത്തത് കുത്തും പാടക്കാണ് മാറിയിട്ട് ചെന്ന് വെളുത്തിട്ട് എന്റെ കോലം തന്നെ അത് മാറും. എനിക്ക് വേണമെങ്കിൽ ഇപ്പച്ചനോട് പോയി പറഞ്ഞു. കാതറെ സുഡാനായാലും വേണ്ടിയില്ല, ആഫ്രിക്കനായാലും വേണ്ടിയില്ല, കൊമ്പങ്കാട്ടിലൊരു പന്തൽ പൊന്തണം ചത്രയുള്ളൂ. അതിന് ഞാൻ പറഞ്ഞ കേൾക്കൂല. ജന്നൊന്ന് പോയി പറ വെളുത്തുള്ളിയേ. ഇപ്പച്ചിയെ കാതറെ കല്യാണം ശരിയാക്കാതെ വെപ്പേരെ ഏൽപ്പിച്ചിട്ട് എന്താ കാര്യം? ഇപ്പച്ചി കല്യാണം ശരിയാവും. ശരിയാവോ? ശരിയായി ആയിട്ടോ ഞാൻ വിളിച്ച. എവിടുന്ന്? ഞാൻ പറഞ്ഞോടത്ത് കോനങ്ങൾ കൊണ്ടുപോവാണെങ്കിൽ അടുത്ത പെണ്ണാണല്ലോ എന്നെ ഓന്റെ കല്യാണം സെറ്റ് ആവും. അത് മാത്രല്ല നിങ്ങളെ മുടി വയസ്സിലിടല്ലോ അതും അവിടെ നിർത്താം. നേരോ നടക്കേ ക്ലിനിക് വന്നിട്ട് എന്ന് കല്യാണം ശരിയാകാനാണ്? അത് ഐസ്ക്രീമാണ് ഇപ്പച്ചിയെ. ഈട നെച്ചക്ക ഐസ്ക്രീം അല്ല, കോട്ടക്കല് പറമ്പിലങ്ങാടിയിലുള്ള സിയാസ്കിൻ എന്ന് പറയുന്ന ക്ലിനിക്കാണ്. എന്നാ ഞാൻ ഒന്നും നോക്കണ്ട, എല്ലാരും കുപ്പായി മാറ്റി ഇപ്പൊ തന്നെ പോവാ. എനിക്കിത് മതി. അനക്കത് മതി. മാറ്റൂല ഇച്ച് ഞാൻ ഇതെന്നിട്ടുള്ളൂ. ജിഞ്ച പരസ്യം കൂടെ ഇറക്കലോ കൊറേ ദിവസമായി. ഇമ്മച്ചിയെ ആ ഓറഞ്ച് ടീഷർട്ട് ഇട്ടാണ് ഞങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞു. ഇപ്പച്ചി ഇതാണ് സിയാസ്കിന്. ഇവന് കല്യാണം ശരിയാണില്ലേ? അപ്പൊ മറ്റേ മൂത്ത് പൂത്തിരെത്തിച്ചാണ്ട് വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ക്ലിയർ ചെയ്യണേ. എന്നിട്ടത്തിന്റെ കാര്യൊക്കെ ഇവിടുന്ന് പറയണേ. ഇവിടെ അല്ലാതെ ഇവിടെ പറയാം റിസപ്ഷൻ ഇതല്ലേ. ഇങ്ങോട്ട് വരി, അവിടെ ഡോക്ടറെ. എന്നിട്ട് എന്റെ പേരെത്താ സെറ്റായോ? പിന്നെ ചെജണ്ടിണ്ടായില്ല. നല്ല കോയാക്ക എന്ത് കൊടുക്കലാണോ അല്ല കൊടുക്കണത്? ആന്ന് ഒരു മഴയില്ലാത്ത കൊടുക്കലല്ലോ കൊടുക്കണത്. അപ്പൊ അതുകൊണ്ടല്ലേ നിങ്ങൾ രണ്ടാളും വിളിച്ചെടുത്താൻ തന്നെ കാരണം. വല്ലാത്തൊരു കൊടുതിയായി പോയി. 3 ദിവസമാണോലേ ഇത് നാട്ടുകാരെ അറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. അന്റെ അപ്പച്ചിതൊന്നും അറിഞ്ഞിട്ടില്ലേ? അല്ലട മണ്ട അന്റെ അപ്പച്ചല്ലേ എങ്ങനത്തെ കാറ്റിലെ മുന്നിൽ പാച്ചില് അത് അറിഞ്ഞിക്കണോ? ആ വരുന്നു പടച്ചറബേ. അപ്പൊ ബല് 3 തെറ്റി പിരിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആര് നാട്ടുകാർ മുഴുവൻ പറഞ്ഞു നടക്കില്ലേ? നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെന്നുണ്ടല്ലേ എന്റെ അപ്പച്ചനോട് നേരിട്ട് പോയി ചോദിച്ചു. അന്റെ അപ്പാന്റെ കൊമ്പങ്ങാടൊക്കെ അന്റെ അടുത്ത് നടക്കുള്ളൂ, ഇന്ത്യ അടുത്ത് നടക്കൂല. അല്ല കോയാക്ക, നിങ്ങൾ 3 തെറ്റിന്നല്ലേ നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടക്കണ്ടല്ലോ. അണക്കനാണ് കൊമ്പങ്ങാട് കോയാനെ പേടി. പൊന്നാഞ്ചേരി ഹംസപ്പാക്കാ പേടിയില്ല. പൊന്നാഞ്ചേരിക്ക് വണ്ടിക്കാളി കാക്കാൻ അവിടെ ഞാൻ അടുത്തടി ഇന്നടിച്ചാലല്ലേ അനക്കടില്ല, വേറെ ആളെ കിട്ടിക്കൊണ്ടു വാ തന്നെ. അല്ല ഇയാളെ ചെന്നി മാറിയില്ലേ? എവിടുന്ന് മാറിന് മാറിക്കണേ എങ്ങനെയാക്കാരം? എന്നിട്ട് എങ്ങോട്ടെങ്ങൾ ഈ പിരാന്തനേറ്റ് പോകും? മഞ്ചേരി പുതിയ ബഡ്ജറ്റ് ഈ പിരാന്തനേറ്റോ എമ്മാതിരി കൊടുക്കണെന്ന് അറിയോ? ആ കൊടുത്തതിന്റെ പേ കൂടെ കിട്ടിക്കണത്. അതല്ല നമ്മുടെ മഞ്ചേരി പുതിയ ബഡ്ജറ്റില് വാപ്പോരി. ചങ്കാള ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മഞ്ചേരിയുള്ള പുതിയ ബഡ്ജറ്റിലാണ്. ഇവരുടെ 75ാം ദിവസത്തിന്റെ ഭാഗമായിട്ട് നവംബർ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി മുട്ടമുട്ട ഓഫറിലല്ലേ സാധനങ്ങൾ കൊടുക്കണേ. അപ്പൊ 1-ാം തീയതി എന്തൊക്കെയാണ് ഓഫർ ഉള്ളത് പറയാൻ വരും. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7 kg 5,975. അതല്ലത് ഇതാണ് 22 പീസ് 999 പോരെ. 3 കൊല്ലം വാറന്റി ഇല്ല. BLDC സീലിംഗ് ഫാന് വെറും 1899. എടുത്തോ. 10 ലിറ്ററിന്റെ സ്റ്റീലിന്റെ കുക്കർ 1875.
ഇമ്മച്ചിന്റെ പറഞ്ഞ് തീരുവില്ല അങ്ങ് അടിക്കാം. എയർ ഫെയർ 1999 റുപ്യ പോരാണ്ട്. 2 ബർണറിന്റെ ഗ്യാസ് അതല്ലോ ഗ്യാസ് അടുപ്പ് വെറും 999 റുപ്യ ഉള്ളൂ. ഡ്രീം കേക്കിന് വെറും 195 റുപ്യ. നിക്കേ എന്താ പരിപാടി ഇത് പറയണ്ടേ? പറച്ചോന്ന് വിചാരിച്ചു പറയല്ലേ. ഈ 4 പീസ് തെറ്റിന് 799 റുപ്യ അല്ലെങ്കിൽ നേരം വെളുക്കും പോവാനാ. അപ്പൊ ഇനി 2ാം തീയതി ഓഫറാണ് പറയാൻ പോണത്. 5 കിലോന്റെ ജലജ ജലജല ഉജാല 298 റുപ്യ. 4 കിലോന്റെ രജനിയോ അല്ല കപ്പനി 99 റുപ്യ. 500 ml മിൽമ നെയ്യ് 259 റുപ്യ. മീറ്റ് ചിക്കന് സാമ്പാർ പൊടികൾക്കൊക്കെ 22 രൂപ. ടിസാനോന്റെ പീനട്ട് ബട്ടർ വെറും 125 റുപ്യ. 1/2 കിലോ ബൂസ്റ്റ് 199 റുപ്യ. 5 ലിറ്ററിന്റെ നയാഗ്ര ലിക്വിഡ് വെറും 179 റുപ്യക്ക്. 5 പീസ് ഫ്രൈഡ് ചിക്കന് വെറും 199 റുപ്യ ഉള്ളൂ. ഇതാക്കണോ ഒക്കെ കാലി ആയിക്കണോ. അപ്പൊ 3ാം തീയതി ഓഫറാണ് പഴം പച്ചക്കറി ഡ്രൈ ഫ്രൂട്ട്സ്. സംഗതി പഠിച്ചല്ലോ. പുടുത്തം ഓഫറാണല്ലേ. ചെറുക്കന്റെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് ആണ്. ഒപ്പിടാൻ പോവാൻ നിൽക്കുകയാണെന്ന്. എടുത്തുകിടും വെച്ചാ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. പോവാ. ഞാനാണതേ പറയേ. തവളാച്ചാളോടെ ഞാൻ ഒപ്പിടാനാ പറഞ്ഞ ഇപ്പൊ ചാളോടാണ്. അത് ഞാൻ എന്താ കാട്ടുള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ പഞ്ഞിമുട്ടായിന്റെ മാതിരി മുടിങ്ങനെ നരച്ചോണ്ട് ഇങ്ങനെ നടക്കണേ. ഞാൻ പോവാൻ കാട്ടാ. പോയി തല കറുപ്പിച്ച് എന്നിട്ട് പോന്നാ. ഞാൻ അതൊക്കെ കൂടെ തേച്ച് കറുപ്പിച്ചപ്പോത്തിന് 1 മണിക്കൂറാവും. എന്നിട്ട് പോയാൽ മതി. നിങ്ങൾ ഏത് ഉഗാണ്ട കാലഘട്ടത്തിലല്ലേ? ഞാൻ ഇന്നലെ മെച്ചിന്റെ അടുത്ത് 5 മിനിറ്റോട് മുടി കറക്കണ ഒരു സാധനം വാങ്ങി വെച്ചില്ലല്ലോ. അത് ഇവിടെ കൊണ്ടുപോയാണ് അവൻ വെച്ചേ. ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആരും തച്ച് കൊടുത്തേ? ഇമ്മച്ചിന്റെ ഓക്കെ. എങ്ങനെ ഞാൻ കറുപ്പിക്കുന്ന ഇഷ്ടം വേഗം കൊണ്ടേ കറക്കിപ്പിച്ച് 5 മിനിറ്റ് BSY നോനി ബ്ലാക്ക് ഹെയർ മാജിക് 5 മിനിറ്റോട് മുടി കറക്കുന്നു. നിങ്ങൾ ഞാൻ പഴയ കരിക്കട്ടെടുത്ത് തേക്കാൻ നിൽക്കണ്ട. ഇത് തേച്ചാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കൈകി കളഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കറക്കുപ്പിച്ച് പോയി തേച്ച് ഉപ്പിട്ടില്ലേ ഉപ്പുമാവ് കിട്ടൂല. ടീച്ചറെ ഇന്ന് കോയന്റെ കോലങ്ങൾ കാണും. 5 minutes later. दानिया जी मेरी सोनी सुबानी जी मेरी पकड़ो जी लबीबा जी കൊമ്പങ്ങാട് കോയി ജി വാ. ആരടാ ജി? നീ കള്ളനല്ലേ? മര്യാദന്റെ ബുക്കും ബാഗും കൊണ്ടേക്കോ. എന്റെ പറ്റി കറപ്പിച്ചാൻ പോയതാ. വന്നാ ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞോ. ഇങ്ങടക്കെ മനസ്സിലായി ആരാണ്? എന്റെ പറ്റിയെ ഇന്റെ പറ്റി ഞാൻ മറക്കൂല. കറപ്പിച്ചാണ്ട് നിങ്ങൾ തീരെ അറിയണില്ല പറ്റിയെ. പിന്നെ എന്നാ വാ കുഞ്ഞപ്പോ ബുക്ക് എന്തിനാ ഒരു അക്ഷരം പഠിച്ചാ തനിക്ക് ഏതായാലും കൊണ്ടുപോവാ. അപ്പൊ എല്ലാം പറഞ്ഞ മാതിരി ഇൻഷാല്ലാ കല്യാണം നമുക്ക് ഉടനടി നടത്തണം. ഞാൻ ചെറുക്കിന് പെണ്ണ് അടിക്കാണ്ട് വരികയാണ്. പൈസക്കാരാണ്. എന്റെ അമീബനേക്കാളും നല്ലത് ഈ പെണ്ണനെയാണ്. വെറുതെ ലബീബാനെ പറയാൻ നിൽക്കണ്ട. ആ പെണ്ണിന്റെ പല്ലുണ്ടെങ്കിൽ ഒരുപാട് കമ്പിട്ടിക്കണം. അതിനെ ഞാൻ പണ്ടാറടിക്കുന്നു കെട്ടി തന്നെ കൂട്ടിക്കും. നാട്ടുകാണ്ട് ഇറക്കി കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ കൂടി എത്തന്റെ പെണ്ണിന്റെ പല്ല് ഇങ്ങനെ ചോദിച്ചാൽ അതിന് വജ്ജി ഞാൻ കണ്ടോ. ഇതിന്റെ പോന്നാ മതി. കാണിച്ചാ ഇങ്ങോട്ട് വാ. ജല പറഞ്ഞു കണ്ണാണൂല കണ്ണ് തുറന്നു നോക്കേ. വായിച്ചോക്ക. അമ്മന്റെ കമ്പിയുടെ കാലം കഴിഞ്ഞു. അമ്മന്റെ കമ്പിയുടെ കാലം കഴിഞ്ഞു. ഉമ്മാന്റെതോ? യമന്റെ ഡെന്റൽ സെന്ററിലേക്ക് പോവാണെങ്കിൽ ഇനി പല്ലിന് കമ്പി ഇടേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത്. അതൊക്കെ ഞാൻ വ്യക്തമാക്കി തരാം. ആ യമന്റെക്ക് നടക്കേ വാ. ആദ്യേ അന്റെ കൊന്തറ പല്ലൊന്ന് ശരിയാക്കണം. ഇപ്പത്തെ കാലത്ത് കമ്പി സിമെന്റ് ഒന്നും വേണ്ട പല്ല് ശരിയാക്കാൻ. യമന്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പല്ലില്ലാത്തിനായിട്ട് കെട്ടിയാലോ? അതാണ് ഏറ്റവും നല്ലത്. ഇവന്റെ പെണ്ണുങ്ങളെ പല്ലുമത്തെ കമ്പി എടുക്കണം. അതല്ല അലീനർ വെക്കേണ്ടത്. അതിന് പെണ്ണിട്ടിട്ടില്ലല്ലോ. കിട്ടുമല്ലോ പെട്ടെന്ന് റബ്ബേ. വിദ്യാർത്ഥികളുടെ ഇടയിൽ MDM പെരുകുന്നു. അങ്ങനെയൊക്കെ കുട്ടികൾ MDM MBBS എന്തേലും ഒന്നും എടുക്കണം. നമ്മളോട് ഇന്റെ ഡിഗ്രി കഴിഞ്ഞ് വരുത്താം. 10 പൈസന്റെ ഉപകാരം അവനെ കൊണ്ടില്ല. കുഞ്ഞാപ്പോ എന്ത് നിങ്ങൾ എന്നെ വിളിച്ചോ? കണ്ടജ് കുട്ടികളൊക്കെ പഠിച്ചിക്കാണ്ട് MDM MBBS നല്ല നല്ല ജോലിക്കാർ തുടങ്ങി. കണ്ടോ പഠിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോത്തിന് മുമ്പ് ഞാൻ ഇവിടെ ഉണ്ടോ? എന്താ കുഞ്ഞാപ്പൂന്റെ ഫ്യൂച്ചർ പ്ലാൻ? അത് ഡാഡി ഞാൻ ഗൾഫിക്ക് ഇങ്ങനെ ഗൾഫിക്ക് അതെ അതാണ് ഞാൻ പറഞ്ഞത്. ഗൾഫിക്ക് പോകണം. 10 ഉറുപ്യ സമ്പാദിക്കണം. ബട്ട് ഡാഡി ഞാൻ PGക്ക് പോയാലോ? ഞാൻ PGക്ക് പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി നേടണം. അല്ലെങ്കിൽ ഡാഡി റെയിൽവേയിൽ 5810 വേക്കൻസി ഉണ്ട്. ഞാൻ അതിലൊന്ന് നോക്കിയാലോ? കുട്ടി എവിടെ? ഞാൻ റെയിൽവേയില് ജോലി എടുക്കണമെങ്കിൽ റെയിൽവേയിൽ എടുക്കണം. കൊമ്പങ്കാട്ടത്തെ കുട്ടി റെയിൽവേയിൽ. പക്ഷേ ഞാൻ ബാങ്കില് ജോലി നോക്കിയാലോ? പോയോ എവിടെ? ഞാൻ ബാങ്കില് കൊമ്പങ്കാട് തറവാട്ടിലൊരു ബാങ്ക് മാനേജർ. അതിന്റെ സ്വപ്നം ഞാൻ ബാങ്കും SSC റെയിൽവേ ഒക്കെ കൂടി ഒരുമിച്ച് പഠിച്ചാൽ എങ്ങണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും.
ദയമായി എവിടുന്ന കുഞ്ഞപ്പ പാറി വരുന്നത്? ഞാൻ ബാങ്കും SSC റെയിൽവേ ഒരുമിച്ച് പഠിച്ചാന്ന് പറഞ്ഞപ്പോ ഇന്നപ്പച്ചി തല്ലി. അതുള്ളതാണ് ഒന്ന് പറഞ്ഞു കൊടുക്കേ. ഞാൻ പറഞ്ഞു കൊടുക്കാം. ആഹാ തല്ല ആളെ കൂട്ടിയേ എന്താ നിങ്ങൾ തമ്മിലായിക്കോളൂ. പോയേക്കാം. അടങ്ങി ഓൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ബാങ്ക്, SSC, റെയിൽവേ ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. അതിന് ആ പൊട്ടൻ ഡിഗ്രി വരെ പോയിട്ടുള്ളൂന്ന്. പോയേക്കാം. ഇപ്പൊ പറഞ്ഞ ഈ 3 കോഴ്സും പഠിക്കാൻ ഡിഗ്രി മതി. അങ്ങനെ ഉണ്ടോ? ഈ ഗവൺമെന്റ് ജോലി കിട്ടണമെങ്കിൽ ഞാൻ ഓനെ എവിടെ കൊണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടു? ഒന്നും നോക്കണ്ട, നിങ്ങൾ കോഴിക്കോടുള്ള വരാണ്ട റൈസ് കൊണ്ട് ചേർത്തോളൂ. അങ്ങനെ ഉണ്ടോ? പോയി പഠിച്ചാ വരാന്ത റൈസ് പോയിക്കാണ്ട്. എല്ലാവരും ബാംഗ്ലൂർക്ക് വിമാനത്തിന് ട്രിപ്പ് പോയി, നമ്മൾ മാത്രം പോവാത്തുള്ളൂ. പൊട്ടത്തിയാൾ ഇപ്പനോട് വേഗം പോയാണ്ട് ചോദിച്ചേ. ഇങ്ങനെ തത്തമ്മ കൊത്താടെ പോയി ചോദിച്ചേ. നേരം പോയിട്ട് തുടങ്ങിപ്പടെ എന്താണ് ഒച്ചപ്പാട്? വിമാനത്തിലോ? എവിടക്ക്? ആരെങ്ങളോട് പറഞ്ഞേ? ഇനി വിമാനം പറക്കണേന്റെ സ്പീഡിൽ ഞാൻ പറക്കും. ഇവിടുന്ന് വേഗം പോയിക്കോ. പല കുട്ടി ഒന്നിന് വന്നാണി ഇപ്പൊ തന്നെ പോവപ്പച്ചേ. കുട്ടികളെ ഓരോന്ന് പറഞ്ഞു മൂപ്പിച്ചൊക്കെ. ബാംഗ്ലൂർക്ക് അങ്ങനെ ഒരു ടീം വിമാനത്തിൽ കൊണ്ടുപോകുന്നുള്ളത് ഞാനും അറിഞ്ഞു. അത് അന്വേഷിച്ചാൽ തന്നെയാണ് ഞാനും പോകുന്നുണ്ട് എന്റെ ചങ്ങായിന്റെ അടുത്തേക്ക്, അപ്പുണ്ണിന്റെ അടുത്തേക്ക്. അപ്പൊ അതൊരു കുട്ടികളെ പറഞ്ഞ പിരിയാക്കി. ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ നോക്കൂല. എന്റെ ചങ്ങായി കോയ വരാന്ന് ചങ്ങായി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ മാത്രം നോക്കുള്ളൂ, എല്ലാരും മാറാ. എന്നാ ആരും നോട്ടല്ലാന്ന് അറിയില്ല. പോയിക്കോട്ടെ അവിടുന്ന്. നിന്നെ മാത്രമേ നോക്കുള്ളൂ. ഒക്കെ കൂടി ഇതിനുള്ളിൽ കയറിയിരിക്കുക എല്ലാം. അപ്പുണ്ണിയെ ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കണ്ടേ നമുക്ക്? അപ്പുണ്ണിയെ ബാംഗ്ലൂർക്ക് വിമാനത്തിൽ ആരൊക്കെ പോകുന്നുണ്ട്? അത് ആരാ നോക്കി പറഞ്ഞ? അതെന്റെ മൂത്ത മോനും ഫാമിലിയാ, ഒരു പേടിയും പഠിക്കണ്ട. അന്റെ പേടിയിലല്ല, നാട്ടുകാരെല്ലാരും കൂടി പോകുന്നുണ്ട്. അത് എവിടുക്കാന്ന്? ശരിയാ, നീ കേട്ടത് ശരിയാ. അതൊരു പാട്ടല്ലേ? അത് പാട്ടല്ല, ഞാൻ കണ്ടെത്തി. താൻ എന്നും കൂടി കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അന്നെ കൊണ്ടാകാതൊക്കോ? അന്നെ കൊണ്ടാകാതെ ഞാൻ ഒരിക്കലും പോയിക്കോളൂ. അന്നെ എന്തായാലും കൊണ്ടുപോകും. ആ സ്ഥലം ചുറ്റൊന്ന് പറഞ്ഞാ മതി. ഒന്ന് പറഞ്ഞാ ഏതാന്ന് പറേ. ആഹാ, ഉസ്താദാ വന്നത്. കോയെവിടെ? ഒപ്പിട്ടോളെ പറേ. 8900 തന്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസത്തിന് അവര് വിമാനത്തിൽ തന്നെ ബാംഗ്ലൂരിൽ കൊണ്ടുപോകും. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ AC ബസ്, AC റൂം, വയറ് നിറച്ച് ഭക്ഷണം, ഇതൊക്കെ ഒരു തരുന്നോ? പക്ഷെ ഏതാ ടീം എന്നുള്ളത് ഇപ്പോഴും പറഞ്ഞില്ല. എന്ത് ഞാൻ പറയാൻ വന്നതാ കോയെ. എന്നാ പറഞ്ഞാ പോരെ. അത് എടക്കരയിലുള്ള അൾട്രാസ് ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസിന്റെ ആൾക്കാരെ കൊണ്ടുപോണേ. അങ്ങനെയാണെങ്കിൽ ബാഗ് പാക്ക് ചെയ്തോ. അന്റെ പൈസ ഈ കോയ എടുക്കും. നേരോ? ഞമ്മടെ എന്റെ അമ്മന്റെ അല്ല അമ്മന്റെ വീട്ടിന്റെ അവിടെ പോയിരുന്നോട്ടെ. ഓള് ഒരിക്കലും പോയിക്കോട്ടെ. നല്ല അതെ, സൈനനെ കൊണ്ടുപോയി കുൽസു അറിയാന്നോ?